നമസ്കാരം വ്യൂവേഴ്സ്, ഞാനിന്ന് വന്നിട്ടുള്ളത് വളരെ ഉപകാരപ്രദമുള്ള ഒരു വീഡിയോ ആയിട്ടാണ്. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ സ്കിന്ന് ഡെയിലി ഡാമേജ് ആയിക്കൊണ്ടിരിക്കുകയാണ്. പാർട്ടിക്ക് പോകുമ്പോൾ ജസ്റ്റ് കണ്ണെഴുതി ഒരു പൊട്ടും തൊട്ട് നമ്മളെ മുഖത്ത് ഒരു ഫൗണ്ടേഷനോ ക്രീമോ അങ്ങനെ കാര്യങ്ങളോ ഒന്നും ഇടാതെ ആരൊക്കെ പുറത്തു പോകുന്നവരുണ്ട്? ഒന്ന് കമൻറ്റ് ചെയ്തേക്കണേ, അറിയാൻ വേണ്ടിയിട്ടാണ്. നമ്മൾ ഡെയിലി നമ്മൾ എന്തൊക്കെ യൂസ് ചെയ്യാറുണ്ട്? നമ്മുടെ ഫേസിനകത്ത് സെറം യൂസ് ചെയ്യാറുണ്ട് അല്ലേ? സെറം വളരെ ട്രെൻഡിങ് ആണല്ലേ. അതുപോലെ തന്നെ നമ്മൾ ഫേസ് ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഫേസ് വാഷ് യൂസ് ചെയ്യാറുണ്ട്. അത് തന്നെ പല ബ്രാൻഡുകളുണ്ടല്ലേ. അതുപോലെ തന്നെ മോയ്സ്ചറൈസർ, പലതരം ക്രീമുകൾ, ഫൗണ്ടേഷൻസ്, കൺസീലർ എന്നു വേണ്ട ടോണർ, അങ്ങനെ എന്നു വേണ്ട ഒരുപാട് ഐറ്റംസ് ഇപ്പോഴിറങ്ങിയിട്ട് നമ്മുടെ സ്കിന്നിന് ആവശ്യമുള്ള തരത്തിലുള്ള പല മെറ്റീരിയൽസും യൂസ് ചെയ്തുകൊണ്ട് പല കാര്യങ്ങളും നമ്മളിപ്പോൾ ഈ ഒരു സമയത്ത് ഇറങ്ങിയിട്ടുണ്ട്. ഇതൊക്കെ വളരെയധികം ട്രെൻഡിങ് ആണ്. നിങ്ങൾ യൂട്യൂബ് തുറക്കുമ്പോൾ തന്നെ കാണാൻ പറ്റും ഒരുപാട് പ്രൊഡക്ട്സ്. എന്താണ് ഇല്ലാത്തതല്ലേ? എല്ലാ പ്രൊഡക്ട്സും ഇപ്പോൾ അവൈലബിൾ ആണ്. നിങ്ങൾ ഒരു ദിവസം എത്ര തവണ ഫേസ് വാഷ് ചെയ്യാറുണ്ട്? ഒരുപാട് തവണ വാഷ് ചെയ്യാറുണ്ടാവുമല്ലേ. അപ്പം നിങ്ങളിങ്ങനെ ഒരുപാട് തവണ ഫേസ് വാഷ് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഫേസ് വാഷും കൂടി യൂസ് ചെയ്യാറുണ്ടോ? എങ്കിലത് അപകടമാണ്. എങ്ങനെയാണ്? ഒരു ദിവസം നിങ്ങൾ 5-6 തവണ ഫേസ് വാഷ് യൂസ് ചെയ്തിട്ട് വാഷ് ചെയ്യുന്നവരെ എനിക്കറിയാം. അതുപോലെ ഫേസ് വാഷ് യൂസ് ചെയ്ത് അപ്പോൾ തന്നെ നമ്മൾ ടോണർ യൂസ് ചെയ്യണം അല്ലേ. ചില സമയത്ത് ക്ലെൻസിങ് യൂസ് ചെയ്തുകൊണ്ട് ഫേസ് വാഷ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ അതിൻ്റെ മുകളിൽ ടോണർ യൂസ് ചെയ്യണം, മോയ്സ്ചറൈസർ ഇടണം, അതിനിടയ്ക്ക് സെറം യൂസ് ചെയ്യാറുണ്ട്. ഇതൊക്കെ ഡെയിലി എത്ര തവണ നമ്മൾ ചെയ്യാറുണ്ട്? ഒരുപാട് തവണ ചെയ്യാറുണ്ടല്ലേ. ഇതൊക്കെ നമ്മുടെ സ്കിന്നിനെ ഡാമേജ് ആക്കും. എല്ലാ പ്രൊഡക്റ്റിനും അതിൻ്റേതായ സൈഡ് എഫക്റ്റുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഓരോ യൂട്യൂബേഴ്സും നമ്മൾ ഓരോ പ്രൊഡക്റ്റ് പരിചയപ്പെടുത്തുമ്പോഴും അവർ പറയുന്നുണ്ട് ഇതിനൊരു സൈഡ് എഫക്റ്റ് ഉണ്ട് എന്നുള്ളത്. അപ്പോൾ ഇതാരും അവെയർനെസ് ഇല്ല. ഇതിനെക്കുറിച്ച് ആരും ചിന്തിക്കുന്ന പോലുമില്ല. നമ്മുടെ സ്കിന്ന് ബ്രൈറ്റൻ ആക്കണം, നമ്മുടെ കുറച്ചുകൂടെ ക്ലിയർ ഫേസ് ആക്കണം, ഒരു കുരുക്കൾ പോലും നമ്മുടെ ഫേസിൽ ഉണ്ടാവാൻ പാടില്ല. ഇതൊക്കെ കൺസിഡർ ചെയ്തുകൊണ്ട് തന്നെ നമ്മൾ ഒരുപാട് പ്രൊഡക്ട്സുകൾ നമ്മൾ യൂസ് ചെയ്യാറുണ്ട്, പരീക്ഷിക്കാറുണ്ട്, ഒക്കെ ചെയ്യാറുണ്ടല്ലേ. ഇതൊക്കെ നല്ലത് തന്നെയാണ്. പക്ഷേ ഇതിനൊക്കെ ലിമിറ്റ് വെച്ച് വേണം നമ്മൾ ചെയ്യാനായിട്ട്. മനസ്സിലായോ? സെറം യൂസ് ചെയ്യുന്നത് ആഴ്ചയിൽ 1-2 തവണയാക്കി മാറ്റാൻ പറ്റുമെന്ന് ശ്രമിച്ചു നോക്കുക. ഞാനിങ്ങനെ പറയാൻ കാരണം, നിങ്ങൾ ഒരു പാർട്ടിക്കോ കാര്യങ്ങളൊക്കെ പോകുമ്പോൾ ഇത് യൂസ് ചെയ്യാതെ, അതായത് ഇത് കഴിഞ്ഞു പോയി കഴിഞ്ഞാൽ നമ്മൾ യൂസ് ചെയ്യില്ലല്ലോ. അങ്ങനെ യൂസ് ചെയ്യാതിരിക്കുമ്പോൾ നമ്മുടെ സ്കിന്ന് ഭയങ്കര ഡാർക്ക് അടിക്കുകയാണല്ലേ. ഭയങ്കര ഡാർക്ക് അടിക്കാനും ഭയങ്കര ഡാമേജ് ആകുവാണ്. ഇതിനെയാണ് ഡാമേജ് കാരണം എന്താ? സ്കിന്ന് അഡിക്റ്റ് ആയിട്ടുണ്ട് ആ പ്രൊഡക്റ്റുമായിട്ട്.
മടിയാണ്. നമ്മൾ വീട്ടിൽ നിന്ന് കിട്ടുന്ന ചില കാര്യങ്ങൾ ഉപയോഗിച്ചിട്ട് ഫേസ് പാക്കുകൾ, ടോണറുകൾ ഇതൊക്കെ ഉണ്ടാക്കി പരീക്ഷിച്ച് നോക്കുക. ഇതൊക്കെ ഒരു കാലത്ത് ട്രെൻഡിങ് ആയെങ്കിൽ പോലും ഇപ്പോഴതൊന്നും ആരും യൂസ് ചെയ്യുന്നില്ല. പക്ഷെ അത് നിർത്തരുത്, അത് യൂസ് ചെയ്തുകൊണ്ടേയിരിക്കണം. അതാണ് ഞാൻ പറഞ്ഞു വന്നത്. ഇതിനിടയിൽ ഒരേ പ്രൊഡക്റ്റിൽ തന്നെ കെമിക്കൽസ് തന്നെ നമ്മുടെ സ്കിന്നിന് അഡിക്റ്റായി കഴിഞ്ഞാൽ നമ്മുടെ സ്കിന്ന് നമ്മളോട് റിയാക്ട് ചെയ്യാൻ തുടങ്ങും. ഇത് കിട്ടിയില്ലെങ്കിൽ, ഇത് ഒന്ന് അളവ് കുറഞ്ഞു പോയാൽ തന്നെ നമ്മുടെ സ്കിന്നിൻ്റെ ബ്രൈറ്റ്നസ് കുറയും. അപ്പോൾ നമുക്ക് നമ്മളേതായ ഒരു സ്കിന്നിനൊരു കളറുണ്ട്, അത് നിലനിർത്താൻ നോക്കുക. അതിൽ കുറയാൻ പാടില്ലല്ലോ അല്ലേ. അത് എന്ത് തരം കളർ തന്നെ ആയിക്കോട്ടെ, ബ്ലാക്ക് ആയിക്കോട്ടെ, വൈറ്റ് ആയിക്കോട്ടെ. ബ്ലാക്കും വൈറ്റൊന്നും ഇപ്പോൾ ചിന്തിക്കേണ്ട ആവശ്യമൊന്നുമില്ല. നമുക്കുള്ള സ്കിന്നിൻ്റെ ടൈപ്പ് എന്താണോ, കളർ എന്താണോ, അത് വളരെയധികം ലോക്ക് ചെയ്തുകൊണ്ട് നിങ്ങൾ എന്ത് തന്നെ യൂസ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ വളരെയധികം ശ്രദ്ധിക്കുക. ഹോം റെമഡീസ് എന്തായാലും അത് ഇടയ്ക്കിടെ യൂസ് ചെയ്യാൻ ശ്രമിക്കുക. കാരണം അത് കെമിക്കൽസോ കാര്യങ്ങളോ ഒന്നുമില്ലല്ലോടാ, നമുക്കത് യൂസ് ചെയ്യാമല്ലോ. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കുക. വീട്ടിലമ്മമാരൊക്കെ വെറുതെ ഇരിക്കുന്ന സമയത്ത് നിങ്ങളൊക്കെ യൂട്യൂബിൽ, ഫോണിൽ കാര്യങ്ങളൊക്കെ അഡിക്റ്റ് ആയിരിക്കും. ഈ സമയത്തൊക്കെ എന്താണ്, മുഖത്തൊക്കെ ഇതൊന്ന് ക്ലിയറൊക്കെ ആയിട്ട് വീഡിയോസ് കണ്ടോളൂ, ഒരു കുഴപ്പമില്ല. അപ്പോൾ ആ സമയം പിടിക്കുകയും ചെയ്യും, നിങ്ങൾക്ക് വീഡിയോസ് കാണുകയും ചെയ്യാം. അപ്പോൾ അങ്ങനെയെല്ലാം ട്രൈ ചെയ്യൂ കേട്ടോ. അപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾ നോക്കുക. പിന്നെ നല്ല സാധനം, നല്ല ബ്രാൻഡഡ് സാധനം തന്നെ വാങ്ങി യൂസ് ചെയ്യാൻ ശ്രമിക്കുക. പൈസയുടെ കാര്യം, കുറഞ്ഞ പൈസ എന്ന് കരുതിയിട്ട് നമ്മൾ അത് വാങ്ങിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ കെമിക്കൽസ് റിയാക്ട് ചെയ്ത് തുടങ്ങും. പക്ഷേ നിങ്ങൾ കുറച്ചും കൂടെ നല്ല ഫേമസ് ആയ ബ്രാൻഡുകൾ, കാര്യങ്ങൾ ഒക്കെ യൂസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ പറയാമല്ലോ, നമ്മൾ മുഖത്തിനും ആരോഗ്യത്തിനും നല്ലതായിരിക്കും. അപ്പോൾ ഇതും കൂടി ഒന്ന് ശ്രദ്ധിക്കുക കേട്ടോ. താങ്ക് യു.